ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം നമുക്ക്. എത്ര അറിയാതാക്കൂ ഇതേപോലെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ചെറുതാണ് കേട്ടോ, അധികം വലിപ്പമൊന്നുമില്ല. ഈ ചെറിയ ചെമ്മീനെ കൊണ്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ പെരക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറെല്ലാം മാറ്റി വെച്ചാൽ നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരണേ. നല്ലപോലെ അങ്ങ് മൊരിഞ്ഞിട്ട് വരുമൊന്നും വേണ്ടേ, ജസ്റ്റ് ഒന്ന് വറുത്താൽ മതി. എന്നിട്ട് അത് അടക്കോരി മാറ്റിയിട്ടുണ്ട്. ഞാനൊരു 4 വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചെമ്മീൻ വറുത്ത എണ്ണയില്ലേ അതിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ വാട്ടിയെടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ സവാള മാത്രം ഇട്ടാൽ മതിയേ, തക്കാളി അതിൻ്റെ കൂടെ ഇടണ്ട. സവാള നല്ലോണം വാടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം തക്കാളി ഇട്ടാൽ മതി. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വാട്ടി വരണേ. ഈ മസാലയിൽ ഞാൻ കുറേ മസാലപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ, കുറച്ച് മസാലപ്പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതിക്കിയത് ചേർത്ത് കൊടുക്കണേ. ഞാനൊരു 5-6 പച്ചമുളകും എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളിയെ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റണേ. അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറുമ്പോൾ ഇല്ലേ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും അതും കൂടി ചേർത്ത് കൊടുത്താൽ മതിയേ. വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കണ്ടേ, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റണം കേട്ടോ. തക്കാളി നല്ലപോലെ ഈ കൂട്ടുമായിട്ട് നല്ല മിക്സ് ആവണേ. 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കണേ. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ചെമ്മീനില്ലേ അതും അങ്ങിട്ട് കൊടുക്കണേ. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം 1 കൈ നിറയെ മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇല്ലേ അതും അങ്ങിട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ഇടണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവേ. എന്നിട്ട് മൂടി വെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ചോറ് എങ്ങനെയാണ് വെക്കാൻ നോക്കാം. നെയ്ച്ചോറ് വെക്കണം. ഞാൻ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നെയ്യും ഓയിലും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. എണ്ണയിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, 1 ബേ ലീവ്സ്, പിന്നെ ചെറിയ കഷ്ണം ഉള്ളി മുറിച്ചതും ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയിട്ട് ഞാൻ തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉപ്പ് ഇട്ട് പാകത്തിന് ഉപ്പൊക്കെ നോക്കി അതും ഇട്ട് കൊടുത്ത് 1 ചെറുനാരങ്ങൻ്റെ പകുതി നീരുമില്ലേ അതും അങ്ങ് ഒഴിച്ച് കൊടുക്കണേ. ഞാൻ അരി കഴുകിയിട്ടാണ് വെള്ളം ഊറ്റാൻ വെച്ചിട്ടുണ്ടേനെ. അതും അങ്ങ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം നല്ലപോലെ തിളക്കണേ, അപ്പം മാത്രം അരി ഇടാവും. അതും ഇട്ട് കൊടുത്തിട്ട് ഒന്നവിടെ മൂടി വെക്കുക. തീ അധികം കൂട്ടി വെക്കണ്ട കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ മസാലയെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടിതാ അതവിടെ മാറ്റി വെക്കുക കേട്ടോ. നമ്മൾ ചോറുമില്ലേ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണേ. ഇനി നമുക്കിതിനെ ദമ്മിലിടണേ. അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ചോറ് എടുത്തിട്ട് പകുതി എടുത്തിട്ട് മാറ്റി വെക്കണേ. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച മസാലയില്ലേ അത് ഈ ചോറിലേക്ക് ഇട്ടിട്ട് എല്ലായിടെയും ഒന്ന് ആക്കി കൊടുക്കണേ. നെയ്യ് ഇഷ്ടമുണ്ടെങ്കിലില്ലേ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തോ കേട്ടോ, ഞാനിപ്പോൾ ഇവിടെ ഒഴിക്കുന്നില്ലേ. അതിന് ശേഷമില്ലേ നമ്മൾ മാറ്റി വെച്ച ബാക്കി ചോറില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് തട്ടിക്കൊടുക്കണേ. എന്നിട്ട് ആ നെയ്ച്ചോറ് മസാല മൂടുന്ന വിധത്തിൽ എല്ലായിടത്തും ഒന്ന് ലെവലാക്കി കൊടുക്കണേ. പിന്നെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ദമ്മിനിട്ട് വെക്കണേ. ഈ മൂടിക്ക് ചെറിയ എന്തെങ്കിലും ഹോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടച്ചു കൊടുക്കണം കേട്ടോ. ഇത് തുറക്കുമ്പം തന്നെ നല്ല മണമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുക, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.